ബ്ലാസ്റ്റ് പടം കണ്ടു. ഒരു രക്ഷയില്ല പടം. ഫുൾ ആക്ഷൻ. ആക്ഷൻ ഫാമിലി ഡ്രാമ മൂവിയാണ് ബ്ലാസ്റ്റ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പടത്തിന് പോയത്. പക്ഷേ നമുക്ക് തന്ന ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ പടം കണ്ടപ്പോൾ ഭയങ്കര വലുതാണ്. അർജുനാണ് നായകൻ, പിന്നെ നമ്മുടെ അഭിരാമി, പിന്നെ പ്രീതി മുകുന്ദൻ. നമ്മുടെ മലയാള സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് പ്രീതി മുകുന്ദൻ. അടിപൊളി ആക്ടിംഗ് ആണ് എല്ലാവരും. ഒരു ഇടി ഫാമിലി ആക്ഷനാണ്. അത് ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ. വെറും ഒരു ആക്ഷൻ മാത്രമല്ല പടം, അതിനോടൊപ്പം ഒരുപാട് മെസ്സേജസും, പിന്നെ കൂടുതലായിട്ട് സ്ത്രീകൾക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത്. അതിനകത്തുള്ള കുറേ മെസ്സേജസ് ഉണ്ട്. പിന്നെ ആക്ഷൻ ഒരു രക്ഷയില്ല. അഭിരാമിയൊക്കെ എമ്മാതിരി തിയേറ്ററിൽ കയ്യടിയും വിസിലും കൊണ്ട് എന്താ പറയുക, അത്രക്കും ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു കിടിലം പടമാണ് ബ്ലാസ്റ്റ്. അർജുൻ്റെ ആക്ഷനെ പറ്റി നമ്മൾ പിന്നെ പറയണ്ട. ആക്ഷൻ കിങ് ആയിരുന്നു ഒരു കാലത്ത് അർജുൻ. നമ്മൾ മുതൽവൻ, അതേപോലെ വാദ്യർ, അതുപോലത്തെ പടങ്ങളെല്ലാം ഒരു കാലത്ത് അർജുൻ ആക്ഷൻ കിങ് ആയിരുന്നു തമിഴിലെ. പിന്നെ എന്തോ കുറേ പടം ഫ്ലോപ്പായി, അങ്ങനെ ബാക്കിലോട്ട് പോയി. പക്ഷേ ഇത് ഒരു യമണ്ടൻ കംബാക്ക് തന്നെയാണ് അർജുൻ നടത്തിയിരിക്കുന്നത്. പടം 28-ാം തീയതി റിലീസ് ചെയ്തു. കേരളത്തിൽ ആദ്യ ദിനമൊന്നും വലിയ കോളിളക്കൊന്നും സൃഷ്ടിക്കാത്തൊരു പടമായിരുന്നു സാധാരണ ബ്ലാസ്റ്റ്. ഞാനും കണ്ടിരുന്നു ബ്ലാസ്റ്റ് എന്നുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ. പക്ഷേ പടം, മുമ്പുള്ള പടം അർജുൻ്റെ പടങ്ങളെല്ലാം കുറച്ച് ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ അത്ര പ്രതീക്ഷ, പിന്നെ അധിക വലിയ പ്രമോഷനും കാര്യങ്ങളൊന്നും അണിയറ പ്രവർത്തകരൊന്നും നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, മൗത്ത് പബ്ലിസിറ്റി ഒന്നും കിട്ടാത്തൊരു പടമായിരുന്നു. പക്ഷേ നമ്മളെപ്പോലത്തെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ സത്യസന്ധമായിട്ട് റിവ്യൂ പറഞ്ഞതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഹൗസ്ഫുള്ളാണ്. ഞാൻ കണ്ടത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ അന്ന് തിയേറ്റർ ഹൗസ്ഫുള്ളായിട്ടാണ് ഞാൻ പടം കണ്ടത്. ഒരു രക്ഷയില്ല. നമുക്ക് ത്രില്ലടിച്ച് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ ഒരു യമണ്ടൻ പടം. ഇതിൻ്റെ മ്യൂസിക് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കാട്ടാളൻ, KGF പടങ്ങളിലെ അതേ ആൾ തന്നെയാണ്, രവി ബൗസൂർ. ഒരു രക്ഷയില്ല. നല്ല അടിപൊളി BGM ആണ്. അടീൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അടി വരുമ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് അല്ലെങ്കിൽ തരും. അത് നമുക്ക് ഭയങ്കര ത്രില്ലിങ്ങും രോമാഞ്ചം വരുന്ന ഒരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഒരു പുതുമുഖമാണെന്ന് നമുക്ക് ഈ പടം കണ്ടാൽ മനസ്സിലാവില്ല. ഡയറക്ടർ ഒരു പുതുമുഖമാണ്. സുഭാഷ് കെ രാജ് എന്നാണ് ആളെ പേര്. ഒരു പുതുമുഖ ഡയറക്ടറാണ്. പക്ഷേങ്കിൽ ഇമാതിരി എന്താണ് ആ പടത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ആ തരത്തിലാണ് ഡയറക്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ ഡയറക്റ്റിംഗ് മാത്രമല്ല, ഇതിൻ്റെ റൈറ്റിങ്ങും സുഭാഷ് കെ രാജ് എന്ന പുതുമുഖ ആൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷനും റൈറ്റിങ്ങും ഒരേ ആൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബിഗ് സല്യൂട്ട്. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് പടം തന്നെ തൂക്കിയിരിക്കുന്നു. പിന്നെ വില്ലൻ സൂപ്പറായിരുന്നു. 2 വില്ലൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു വില്ലൻ ഉണ്ട്. ആ വില്ലനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് സ്വാഗും ഒരു ഹോസ്പിറ്റലിലെ ഫൈറ്റൊക്കെ ഉണ്ട്. ഒരു എമ്മാതിരി ഫൈറ്റാണെന്നാണ് പറയണ്ടേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് അർജുൻ്റെ വീട്ടിൽ ഗുണ്ടകൾ കയറി, എനിക്ക് കൈദിയൊക്കെയാണ് തോന്നിയത്. അത്രയ്ക്ക് ഗുണ്ടകളൊക്കെയാണ് അടിച്ച് കയറി വരുന്നത്. അത് മോനെ, നമ്മൾ കൈയടിച്ചു പോവും. അമ്മാതിരി പെർഫോമൻസ് ആണ് അർജുനും അഭിരാമിയും പിന്നെ പ്രീതി മുകുന്ദൻ. ഒരു രക്ഷയില്ല, പൊള്ളി. അതാ പറഞ്ഞത്, പ്രീതി മുകുന്ദന് കിട്ടിയ റോളുണ്ടല്ലോ, അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്ത് അത്രയ്ക്ക് പെർഫോം ചെയ്യാനുള്ള സംഭവം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷനാണ് മെയിൻ. അതിനോടൊപ്പം തന്നെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഇതിൽ വെറും അടി മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചു കുറേ സോഷ്യൽ മെസ്സേജ് ഇതിൽ നമുക്ക് പറയുന്നുണ്ട്. ഈ പടത്തിൽ ഡയറക്ടർ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ആക്ഷൻ ഫാമിലി ഡ്രാമ മൂവിയാണ് ബ്ലാസ്റ്റ്. എല്ലാവരും ധൈര്യത്തോടെ ടിക്കറ്റ് എടുത്തോ, പടം കണ്ടോ. അതിനുള്ള വെർത്തുണ്ട്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് ലോജിക്ക് എല്ലാം നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ
ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ലോജിക്ക് നോക്കാൻ നമുക്ക് തോന്നില്ല. എനിക്ക് ചെറുതായിട്ട് തോന്നിയത് ക്ലൈമാക്സിലെ ഒരു സ്റ്റണ്ട് ഉണ്ട്, ഒരു അടി. അതിൽ വില്ലൻ്റെ ഈ ഒരു ഏരിയ പോയിട്ട് ഇവർ തകർത്താടുന്നൊരു സംഭവമെല്ലാം ഉണ്ട്. അതൊന്നും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളൊരു ലോജിക്ക് നമുക്ക് തോന്നാം, പക്ഷേ പടം കാണുമ്പോൾ നമുക്കതൊന്നും തോന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ലോജിക് നോക്കാതെ ഒരു ഇടിവെട്ട് ഫാമിലി ആക്ഷൻ മൂവി കാണാം. അടിപൊളി പടമാണ് കേട്ടോ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത്രത്തോളം നന്നാവും ഈ പടം എന്ന്. പക്ഷേങ്കിൽ പടം അടിപൊളിയാണ്. കാണാത്തവർ പോയി കണ്ടോ, വെറുത്ത് പടമാണ്. അർജുൻ്റെ ഒരു വലിയൊരു കംബാക്ക് തന്നെയാണ് കേട്ടോ പടം. പിന്നെ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് മൂവിയാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം, എന്നാലേ നിങ്ങൾക്ക് അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ ഗുഡ്, എല്ലാവരും പോയി പടം കാണൂ. ബൈ.